റോജി എത്തിയിട്ടുണ്ട്. സംഘാടകർക്ക് വേണ്ടി ഞാൻ തന്നെ ഒരു സ്വാഗതം പറഞ്ഞേക്കുന്നു. പാലിയേറ്റീവ് എന്ന വാക്കുണ്ടായിട്ടുള്ളത് പാലിയം എന്ന ലത്തീൻ വാക്കിൽ നിന്നാണ്. പാലിയം. ഈ പാലിയം എന്ന ലത്തീൻ വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? പാലിയം എന്ന വാക്കിന്റെ അർത്ഥം പുതപ്പെന്നാണ്. പുതപ്പ്. ആ മരം ഒരുപക്ഷെ ഒരു പുളിമരമാകാം, ഒരു മുരിക്കാവാം, ഒരു പാഴ്മരമാകാം. പക്ഷെ വിളക്ക് കെട്ടിക്കഴിയുമ്പോൾ ആ മരത്തിന്റെ പേര് പിന്നെ മുരിക്കുമരം എന്നല്ല, വിളക്ക് മരം എന്നാണ്. പുതപ്പുണ്ടാവും. അതെന്നും ഉണ്ടാവട്ടെ. നാം ഓരോരുത്തരും, ഈ പ്രസ്ഥാനങ്ങളും നേതൃത്വം നൽകുന്നവരും, നമ്മളെല്ലാവരും, രാഷ്ട്രീയക്കാരും, മനുഷ്യരെല്ലാവരും നല്ല നല്ല വിളക്ക് മരങ്ങളാവട്ടെ എന്ന ഏറ്റവും അനാഥനായ ഫാദർ ജോൺ ട്രെയിനിക്കൽ യുവസാരയുടെ മുഖ്യ അഡ്വൈസറായ പ്രിയപ്പെട്ട ഡോക്ടർ ആന്റണി അവர்கள், മറ്റ് യുവസാരയുടെ പ്രവർത്തകരെ, സ്നേഹമുള്ള സുഹൃത്തുക്കളെ, ഇന്ന് ലോക വൃക്ക ദിനമാണ്. നമ്മള് 2-3 അതിഥികളെ പ്രതീക്ഷിച്ച ഏറ്റവും പെട്ടെന്ന് എത്തിച്ചേരും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മള് ആ ഒരു ഉദ്ഘാടന യോഗം അല്പം മാറ്റി വെച്ചിട്ട് നമുക്ക് പരിപാടികൾ ആരംഭിക്കുകയാണ്. ജീവധാര ഫൗണ്ടേഷന്റെ ജീവനാഴിയായ ശ്രീ സാജു കാട്ടോ, ഡോക്ടർ എം പി ആന്റണി, പ്രിയമുള്ള മാതാപിതാക്കളെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാലാവസ്ഥ നല്ല ചൂടാണ്. പൊള്ളിപ്പടരുന്ന വേനലാണ്. അതിനെ പറ്റിയ ഒരു പഴയ മലയാള ഗാനത്തിലെ 2 വരി ഇങ്ങനെയാണ്: ബാക്കി കേട്ടില്ലേ? നമ്മുടെ പുറത്തെ പൊള്ളല് മാത്രമല്ല, നിങ്ങളുടെ ഉള്ളിൽ ഒരു പൊള്ളലുണ്ട്, അല്ലെ? നിങ്ങളുടെ വീട്ടിൽ ഒരു പൊള്ളലുണ്ട്. ഈ പൊള്ളലിൽ ഒരു തണലാകുന്ന ആൾക്കാരാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങളാകുന്ന തണൽമര ചോട്ടിലാണ് നിങ്ങളുടെ വീട്ടിലെ പൊള്ളുന്ന മനുഷ്യരെ പേരിക്കുന്നത്. രോഗം മൂലം കഠിനമായ പൊള്ളലേൽക്കുന്ന, മാനസികവും ശാരീരികവുമായി തളർന്നു പോകുന്നവരുടെ തണൽമരങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും. അതുകൊണ്ട് നിങ്ങളൊക്കെ മനസ്സുകൊണ്ട് പറയുന്ന 2 വരികളാണ് ഞാൻ പാടിയത്. നിങ്ങൾ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് നിങ്ങളുടെ വീട്ടിലുള്ള ഒരു രോഗിയെ, ഒരു ക്ഷീണിതനെ ചേർത്ത് പിടിക്കുന്നത്, ആശ്വസിപ്പിക്കുന്നതെന്ന് എനിക്കറിയാം. ഞാൻ എറണാകുളത്തായിരുന്നപ്പോൾ ഒരുപാട് പേര് ഇതുപോലെ ഇത്തരം രോഗമുള്ളവരെ സഹായിച്ചു വരുമായിരുന്നു. അത് കണ്ടിട്ട് ഞാൻ അവരെ സഹായിക്കാൻ വേണ്ടി ഡയാലിസിസ് മെഷീനുകൾ പലരുടെ സഹായത്തോടെ 2-3 എണ്ണം വാങ്ങി പല ആശുപത്രികളിലായി ഇൻസ്റ്റോൾ ചെയ്തു. സൗജന്യമായിട്ട് അവർക്ക് ഡയാലിസിസ് ചെയ്തു കൊടുക്കുമായിരുന്നു. നമുക്ക് ചെയ്യാൻ പറ്റുന്ന തണൽമരമാവുക. ഈ പൊള്ളുന്ന വെയിലിൽ ഈ പ്രകൃതിയുടെ പൊള്ളൽ മാത്രമല്ല, ഉള്ളൊന്ന് പൊള്ളുമ്പോൾ ഒരു കൊച്ചു തണൽമരമാവുക. നിങ്ങളൊക്കെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. നിങ്ങൾക്കത് പ്രണാമവും ആശംസയും. നിങ്ങൾ ചെയ്യുന്ന ഒരു മഹത്തായ കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ആകുന്ന ഈ തണൽമരങ്ങൾ വാടിപ്പോകരുതേ എന്നാണ് എന്റെ പ്രാർത്ഥന. നിങ്ങളോടൊപ്പമുള്ള ഈ വെയിലത്ത് നിൽക്കുന്ന മനസ്സ് തളർന്ന മനുഷ്യർ വീണുപോകാതിരിക്കണമെങ്കിൽ നിങ്ങളാകുന്ന തണൽമരങ്ങൾ വാടാതിരിക്കണം. നമ്മൾ മലയാളത്തിൽ പറയുന്ന ഇപ്പോൾ പ്രചാരം നേടിയിട്ടുള്ള ഒരു വാക്കാണ് പാലിയേറ്റീവ് കെയർ, അല്ലേ? ഈ പാലിയേറ്റീവ് കെയർ എന്ന വാക്ക്, പാലിയേറ്റീവ്, റോജി എത്തിയിട്ടുണ്ട്.
സംഘാടകർക്ക് വേണ്ടി ഞാൻ തന്നെ ഒരു സ്വാഗതം പറഞ്ഞേക്കുന്നു. സ്വാഗതം. ഓക്കെ. പാലിയേറ്റീവ് എന്ന് വാക്ക് നമുക്കറിയാം. എല്ലായിടത്തും പാലിയേറ്റീവ് കെയർ സെന്റേഴ്സ് ആണ്. പാലിയേറ്റീവ് എന്ന വാക്കുണ്ടായിട്ടുള്ളത് പാലിയം എന്ന ലത്തീൻ വാക്കിൽ നിന്നാണ്. പാലിയം. ഈ പാലിയം എന്ന ലത്തീൻ വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? നമ്മൾ വിചാരിച്ചിരിക്കുന്നത് പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ ഇനി രക്ഷയില്ല, മരിക്കാൻ കിടക്കുന്നവർക്ക് ഉള്ള സ്ഥലം എന്നുള്ളതാണ്. പാലിയം എന്ന വാക്കിന്റെ അർത്ഥം പുതപ്പെന്നാണ്. പുതപ്പ്. പാലിയം എന്ന വാക്കിന്റെ അർത്ഥം പുതപ്പെന്നാണ്. സ്നേഹത്തിന്റെ ഒരു പുതപ്പെന്നാണ് അതിന്റെ അർത്ഥം. സ്നേഹത്തിന്റെ ഒരു പുതപ്പ്. അതായത് മരിക്കാൻ കിടക്കണവർക്കുള്ള സ്ഥലം എന്നുള്ളതല്ല. പാലിയേറ്റീവ് കെയറിലും കൂടെ വലിയ പ്രതീക്ഷയൊന്നുമില്ല, പോയി തീർന്നു. നമ്മൾ എങ്ങനെയോ അങ്ങനെ ധരിച്ച് വശായിരിക്കുന്നു. അമ്മട്ടിൽ നോക്കിയാൽ നിങ്ങളുടെ ഒക്കെ വീടുകളിൽ നിങ്ങൾ സ്നേഹത്തിന്റെ പുതപ്പ് കൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്നവരാണ്, അല്ലെ? സ്നേഹത്തിന്റെയും കരുണയുടെയും ഒരു പുതപ്പാണ് നിങ്ങൾ ഓരോരുത്തരും അവരുടെ ജീവിതങ്ങളിൽ വിരിച്ചു കൊടുക്കുന്നത്. ഈശ്വരൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടാൽ നിങ്ങൾ എന്ത് വരമായിരിക്കും ചോദിക്കുക? പല വിശ്വാസത്തിലുള്ളവരുണ്ട് ഈ കൂട്ടത്തിൽ. ദൈവം അല്ലെങ്കിൽ ഈശ്വരൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് പ്രത്യക്ഷപ്പെടുമെന്ന് കരുതുക. നിങ്ങൾ എന്ത് വരം ചോദിക്കും? നിങ്ങൾ ഗൾഫിൽ പോകണമെന്ന് പറയുമോ? നിങ്ങൾ അമേരിക്കയ്ക്ക് പോകണമെന്ന് ടിക്കറ്റ് ആവശ്യപ്പെടുമോ? നിങ്ങൾ സ്വർണ്ണ നാണയം വേണമെന്ന് പറയുമോ? നിങ്ങൾക്ക് ജർമ്മനിക്ക് പോകണമെന്ന് പറയുമോ? യൂറോപ്പിൽ പോകണമെന്ന് പറയും? നിങ്ങൾ എന്ത് ചോദിക്കുമ്പോ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈശ്വരൻ ദൈവം നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാൽ നിങ്ങൾ ചോദിക്കാൻ പോകുന്ന വരം എന്തായിരിക്കും? ആരോഗ്യമുള്ള ജീവിതവും സ്വസ്ഥമായ ഇതും സമാധാനം. അതെ. ഒന്ന്, നിങ്ങളുടെ വീട്ടിലുള്ള രോഗിയായ ഒരാളുടെ ഒരു സൗഖ്യം, ഒരു തിരിച്ചു വരാം. എന്റെ ഈശ്വര, എന്റെ ദൈവമേ, എന്റെ മകൻ, എന്റെ കുഞ്ഞ്, എന്റെ ഭർത്താവ് ആരുമാകട്ടെ, അവർ മലയാളത്തിലെ വളരെ പ്രശസ്തമായ ഒരു സിനിമയിൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഈശ്വരൻ നിന്റെ മുൻപിൽ വിളക്കായി തെളിയുമ്പോൾ അതിന്റെ നേർക്ക് തുപ്പരുതെന്ന്. ഈശ്വരൻ നമ്മുടെ മുൻപിൽ വിളക്കായി തെളിയുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ ചോദിക്കുക സ്വർണ്ണനാണയമൊന്നുമല്ല, വിദേശത്തേക്കുള്ള ടിക്കറ്റ് അല്ല. നമ്മൾ ചോദിക്കാൻ പോകുന്ന ഏക കാര്യം, എന്റെ നെഞ്ചിലെ പൊള്ളലൊന്ന് മാറ്റണം. എന്റെ വീടിനെ പ്രതി എന്റെ നെഞ്ച് പൊള്ളിക്കൊണ്ടിരിക്കുകയാണ്, ഒരു പിടച്ചിലുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് ഈ പല മുറ്റങ്ങൾ കയറി ഇറങ്ങുന്നത്, പലരുടെ നേരത്ത് എന്റെ കൈ ഉയർത്തിപ്പിടിക്കുന്നത്? എന്റെ മാനവും അഭിമാനവും അത് സമ്മതിക്കുന്നില്ലെങ്കിലും ഞാൻ എന്തുകൊണ്ട് കൈനീട്ടാൻ പോകുന്നു? എന്റെ നെഞ്ചിലെ പൊള്ളലൊന്ന് മാറ്റാനാണ്. എന്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തെ ഒന്ന് ചേർത്ത് പിടിക്കാൻ വേണ്ടിയാണ്. അവർക്കൊരു സ്നേഹത്തിന്റെ പുറത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് നിങ്ങളുടെയൊക്കെ ലക്ഷ്യവും നിങ്ങളുടെ പ്രാർത്ഥനയും. അതുകൊണ്ട് ഇമ്മറ്റിലുള്ള പ്രസ്ഥാനങ്ങൾ, കൂട്ടായ്മകളൊക്കെ ഇത്തരം കൊച്ചു കൊച്ചു തണൽ മരങ്ങളും സ്നേഹത്തിന്റെ പുതപ്പുകളുമാണ്. ജീവിക്കുന്ന തണൽ മരങ്ങളും സ്നേഹത്തിന്റെ പുതപ്പുകളും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കൊള്ളുന്ന വേനലിൽ ഈ പ്രകൃതിയിൽ മാത്രമല്ല, നിങ്ങളുടെയൊക്കെ വീടിനകത്തെ പൊള്ളലിൽ നിങ്ങളൊക്കെ കൊച്ചു തണൽമരമായി മാറിക്കൊണ്ടിരിക്കുന്നു. മനസ്സിലെപ്പോഴും പാടിക്കൊണ്ടിരിക്കുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാണുമ്പോൾ, കൊള്ളുന്ന വെയിലല്ലേ വെയിലേറ്റുവാടല്ലേ അത് മുറ്റത്തിനകത്തേക്കല്ല, ജീവിതത്തിന്റെ പൊള്ളലിൽ നിന്ന് ഞങ്ങളുടെ ചങ്കിലേക്ക് കയറിയിരുന്നുകൊള്ളൂ. ഞാനാകുന്ന തണൽമരം നിങ്ങൾക്ക് എപ്പോഴും കൂട്ടിനുണ്ട്. എന്റെ കുഞ്ഞിന്, എന്റെ പ്രിയപ്പെട്ടവർക്ക് കൂട്ടിനുണ്ട്. അതുകൊണ്ട് വിഷമിക്കുന്ന എന്ന് പറയുന്ന ഒരു തണൽമരമായി നിങ്ങൾ നിൽക്കുക. സ്നേഹത്തോടെ, കരുണയോടെ പുതപ്പിക്കുന്ന ഒരു പുതപ്പായി കൂടെ നിൽക്കുക. അതിന് നിങ്ങളെ സഹായിക്കുന്ന ജീവധാര പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഇനിയും ഏറെ നാൾ ഈ ഭൂമിക്ക് നന്മയായും കരുണയായും മുന്നേറട്ടെ. ഒരുപാട് മോശപ്പെട്ട മനുഷ്യർ ഭൂമിയിൽ പെരുകുന്നു എന്ന് പറയുമ്പോഴും ചില നല്ല മനുഷ്യരും ചില നല്ല പ്രസ്ഥാനങ്ങളും ഒക്കെ ഭൂമിയിലുണ്ട്. അതിന് തെളിവാണ് ഇത്തരം പ്രസ്ഥാനങ്ങളൊക്കെ. എത്രയോ പേരുടെ കാരുണ്യവും നന്മയുമാണ് നമുക്ക് മുൻപിൽ ഇങ്ങനെ തെളിഞ്ഞു കത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും തണൽമരവും സ്നേഹപ്പുതപ്പുകളും ആകുന്നതോടൊപ്പം ഈ ഇത്തരം പ്രസ്ഥാനങ്ങളെ മുന്നോട്ട് നയിക്കുന്നവരും ഈ ഭൂമിക്ക് വ്യക്തമാണ്. മലയാള ഭാഷയിൽ വിളക്കുമരം എന്നൊരു പ്രയോഗമാണ്. വിളക്കുമരം നമ്മൾ കേട്ടല്ലേ? വിളക്കുമരം. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് വൈദ്യുതി വരുന്നതിന് മുമ്പ്, ഇലക്ട്രിക് പോസ്റ്റ്, വൈദ്യുതി വരുന്നതിന് മുമ്പ് വീടിന്റെ മുന്നിലുള്ള ഒരു മരത്തേല് ഒരു വിളക്ക് അന്തിയാവുമ്പോ കത്തിച്ചിടും. ഇത്രയും ട്രാഫിക് ഉണ്ടായിട്ടൊന്നുമല്ല, കാൽനടക്കാരേ ഉള്ളൂ. പക്ഷെ
ഒരു അരിക്കലാമ്പ്, നമ്മൾ പഴയ ഭാഷ പറഞ്ഞ ഒരു അരിക്കലാമ്പ്, മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുന്ന ഒരു വിളക്ക്, അത് കത്തിച്ച് വീടിന്റെ ഉമ്മറത്തുള്ള വൈദ്യുതികളുടെ ഒരു മരത്തെ കൊണ്ടുപോയി കെട്ടി തൂക്കിയിടും. എന്തിനാത്? അതിലെ നടന്നു പോകുന്ന ഒരാൾക്ക് ഒരു അപകടം പറ്റരുത്, ഒരു വിളക്കാണ് അവിടെ കെട്ടിയിടുകയാണ്. ആ മരം ഒരുപക്ഷെ ഒരു പുളിമരമാകാം, ഒരു മുരിക്കാവാം, ഒരു പാഴ്മരമാകാം. പക്ഷെ വിളക്ക് കെട്ടി കഴിയുമ്പോൾ ആ മരത്തിന്റെ പേര് പിന്നെ മുരിക്കുമരം എന്നല്ല, വിളക്കുമരം എന്നാണ്. പ്രകാശം പരത്തുന്ന ഒരു മരം എന്നാണ്. നമ്മളൊക്കെ വിളക്ക് മരങ്ങളാകണമെന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ പക്ഷെ മുരിക്കാവാം, പുളിയാവാം, പേരയാവാം, തെങ്ങാവാം, എന്തുമാകട്ടെ. ഒരു നാൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിളക്ക് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊക്കെ വിളക്ക് മരങ്ങളാണ്. വിളക്ക് മരം ആവുക എന്നത് പ്രധാനപ്പെട്ടതാണ്. അറിവില്ലാത്ത, നമുക്കറിയാൻ പാടില്ലാത്ത, പരിചയമില്ലാത്ത ഒരാൾക്ക് പോലും, ഒരു പഥികന് പോലും കാലിലൊരു മുള്ളു കൊള്ളാതിരിക്കാൻ, ഒരു കുഴിയിൽ വീഴാതിരിക്കാൻ വിളക്ക് പരത്തുന്ന, വെളിച്ചം പകരുന്ന ഒരു ജന്മം. അതുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾ വിളക്ക് മരങ്ങളാണ്. വിളക്ക് മരങ്ങൾ വീട്ടിനകത്ത് മാത്രം പോരാ, നമ്മുടെ മുറ്റങ്ങളിലൊക്കെ വേണം, റോഡ് സൈഡിൽ വേണം, നാട്ടിലെമ്പാടും വേണം. ഓരോ മനുഷ്യനും ഓരോ വിളക്ക് മരമാകുന്ന കാലത്ത് ഈ ഭൂമിയിൽ പിന്നെ ഇലക്ട്രിസിറ്റി ആവശ്യമില്ല. പിന്നെ എവിടെയാണ് കള്ളന്മാര്? പിന്നെ എവിടെയാണ് പോലീസ് സ്റ്റേഷൻ? അല്ലെ? പ്രകാശം പരത്തുന്ന മനുഷ്യരുടെ ഒരു കൂട്ടായ്മയിൽ കള്ളന്മാരില്ല, പിടിച്ചുപറിക്കാരില്ല, അക്രമികളില്ല, വിളക്ക് മരങ്ങൾ മാത്രമാണ്. അപ്പൊ മനുഷ്യനാവുക എന്ന് പറഞ്ഞാൽ വിളക്ക് മരമാവുക എന്നാണ്. അത്തരമൊരു നിയോഗം നിങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അത് നിങ്ങൾ മാത്രമല്ല, എല്ലാ മനുഷ്യരും അത്തരമൊരു നിയോഗം തീർന്നവരാകണം എന്നതാണ് ഈശ്വരന്റെ സ്വപ്നം. എല്ലാവരും വിളക്ക് മരങ്ങളാവുക എന്ന സ്വപ്നത്തിലേക്ക് വളരുമ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഏത് രോഗിക്കും ഒരു സ്നേഹത്തിന്റെ പുതപ്പുണ്ടാവും, ഒരു കരുണയുടെ പുതപ്പുണ്ടാവും. അതെന്നും ഉണ്ടാവട്ടെ. നാം ഓരോരുത്തരും, ഈ പ്രസ്ഥാനങ്ങളും നേതൃത്വം നൽകുന്നവരും, നമ്മളെല്ലാവരും, രാഷ്ട്രീയക്കാരും, മനുഷ്യരെല്ലാവരും നല്ല നല്ല വിളക്ക് മരങ്ങളാവട്ടെ എന്ന ആശംസയോടെ, പ്രാർത്ഥനയോടെ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി.